ഹലോ ഗൈസ്, രാവിലെ എണീറ്റ് ഇവനെയും കൂട്ടി ഞാൻ അടുത്തുള്ള കുളത്തിൽ മീൻ പിടിക്കുന്നത് കാണാൻ പോയി. ഞാനാണെങ്കിൽ മീൻ മേടിക്കാൻ വന്നത്, പക്ഷെ ഇവരാണെങ്കിൽ പിടിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ പാപ്പനും പിള്ളേരും ചെറിയൊരു റൈഡിന് പോലുള്ള തിരക്കിലാണ്. ഞാനും അവനെ ഒരു ത്രാസ് തൂക്കി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത പോലെയാണ്. എന്റെ പോക്കറ്റും കാലി, അവന്റെ പോക്കറ്റും കാലി. ആരുടെയും കയ്യിൽ നിന്ന് മേടിക്കാന്ന് വെച്ചാൽ ഞങ്ങളെക്കാൾ ദാരിദ്ര്യമായിരിക്കും അവന്മാര്. 18 രൂപയുള്ളെങ്കിലും ഗ്ലാസും ഹെഡ്സെറ്റും നിർബന്ധം കേട്ടോ. വരെ റോഡുകളെല്ലാം കുളങ്ങളായി മാറുന്ന കാരണം കുളത്തിലിറങ്ങാൻ ഞാനൊന്നും പഠിച്ചു. ഇത് സതീഷിന്റെ രതീഷും, ഇത് കൃഷ്ണൻകുട്ടിയും പരമനും, ഇതാണ് മീനേഷ് ചേച്ചിയും മകളും, എന്റെ പുറകിൽ ഒരു പേ പിടിച്ച ചെക്കനും. ഒരു ട്രിപ്പിന് മുമ്പ് മഴ ഉണ്ടോ ഇല്ലയോ കോട്ടൂരിട്ടുള്ള ഒരു പരിപാടിക്ക് മൂപ്പര് നിൽക്കില്ല. ഈ ചെക്കനാണ് എക്സ്പൾസ് റൈഡർ കണ്ണാപ്പി ശരത് കെ. തലന്റെ അടുത്ത സൈഡ് ഒരു പ്രശ്നമുള്ളതുകൊണ്ട് കുണ്ടിക്കൂടിയും കാട്ടിക്കൂടി ഇറക്കുകയും ചെയ്തു. അതിപ്പോ വരാനും പോകാനും പറ്റാത്ത അവസ്ഥയായി. ഇപ്പൊ കണ്ട ചങ്ങായിക്ക് ആനപ്പിണ്ടത്തോട് വളരെ ലവാണ്. ഞാൻ വിചാരിച്ചത് ഇവനക്ക് ഫിക്സ് കളിക്കുന്ന ഭാഗ്യം അല്ല. ഗൈസ്, ഒരു ആവേശത്തിൽ ഞങ്ങൾ വണ്ടി എടുത്ത് വന്നതാണ്. ഞാൻ 150 രൂപ പെട്രോള്, ബാക്കിലുള്ളവർ 200 രൂപയ്ക്ക് പെട്രോള്, ബാക്കി 2 പേര് 400 രൂപയ്ക്ക് 500 രൂപയ്ക്കും പെട്രോള്. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴേക്ക് എന്താ അവസ്ഥ എന്നറിയില്ല. ചിലപ്പോൾ വഴിയിൽ നിൽക്കും, ചിലപ്പോൾ മഴയും പെടും. നല്ല മഴ വരുന്നുണ്ട്. ആകെയുള്ള ഒരു ആശ്വാസം ഈ പശുവിന്റെ തൊഴുത്താണ്. വയറ് നല്ല കൂക്കല്, 3 ചോളവും 1 കുപ്പി വെള്ളവും കുടിച്ച് വയറ് ഫുള്ളാക്കി. ഒന്ന് ഉഷാറായി നിൽക്കണ്ട ഞാന്. അപ്പോഴേക്കും കാറുകൾ തമ്മിൽ ഭയങ്കര പ്രശ്നമായി. ഫുൾ ബ്ലോക്ക്. ഞാൻ ശരിയാക്കാൻ നിന്നില്ല. ഇവനാണെങ്കിൽ അമ്മന്റെ അടുത്ത് പറയേണ്ടി വന്നിട്ട് അമ്മന്റെ കയ്യിൽ നിന്ന് പുള്ളിച്ചാട്ട്. നടന്ന് നായി കഥക്കണ പോലെ ഞാൻ നേരെ ചായ കുടിക്കാൻ അടുത്തുള്ള ഷോപ്പിൽ കയറി. ഇവര് 3 ഇളക്കല്. ഞാനാണെങ്കിൽ ഒരു ലെമൺ ടീയും പറഞ്ഞു. ചായ കുടി കഴിഞ്ഞ് ഇറങ്ങിയത് മഴയോ മഴ. പിന്നെ നേരെ പോയത് വേടൻ ചേട്ടൻ വരുന്നുണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ടായിരുന്നു. അവിടെ പോയതും പൂരത്തിന്റെ തിരക്ക്. ഒരു ട്വിസ്റ്റിന് മഴ എങ്ങാനും വന്നതാണ്. ഇവന്മാർക്ക് എങ്ങോട്ട് ഓടുന്നതെന്ന് എന്റെ ആലോചന. ചില പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് അവിടെ നിന്ന് പോകേണ്ടി വന്നു ഗൈസ്. ബാക്കി പിന്നൊരു ദിവസം.